ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കഥ ഭാരതകഥാമൃതം മഹാഭാരത സംഗ്രഹം, കടപ്പാട് ശ്രീ സായി പബ്ലിക്കേഷൻസ്, പൽക്കുളങ്ങര. അപ്പോൾ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന കഥ അരക്കില്ലത്തിൽ. അപ്പോൾ നമുക്ക് കഥ കേൾക്കാം. കഥയിൽ ചോദ്യമില്ല. അരക്കില്ലത്തിൽ. ഭീഷ്മാദികളുടെ ഉപദേശപ്രകാരം ധൃതരാഷ്ട്രർ മൂത്ത പുത്രനെന്ന നിലയ്ക്ക് യുധിഷ്ഠിരനെ യുവരാജാവെ അഭിഷേകം ചെയ്തു. ഗുരുജന ഭക്തിയും സ്വഭാവ മഹിമയും കൊണ്ട് യുധിഷ്ഠിരൻ പാണ്ഡുവിനെ പോലെ സർവാദരണീയനായി ശോഭിച്ചു. ഭീമാർജുന നകുല സഹദേവന്മാർ ആയോധന രംഗത്ത് അദ്വിതീയരായി വളർന്നു. പാണ്ഡുവിനെ പോലും അനാദരിച്ചിരുന്ന യവനാദിപാദികളായ രാജാക്കന്മാരെ തോൽപ്പിച്ചു ദക്ഷിണദേശമൊന്നാകെ ഏകരഥനായി കീഴടക്കിയും അർജുനൻ സർവജന സമാരാധ്യനായി. ഇങ്ങനെ പാണ്ഡവരുടെ കരുത്തും പ്രശസ്തിയും വർദ്ധിച്ചു വരുന്നത് കണ്ട് ധൃതരാഷ്ട്രർക്ക് അസൂയ തോന്നി. തൻ്റെ പുത്രന്മാർ അവഗണിക്കപ്പെട്ടു പോകുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടു. തൻ്റെ ഭയത്തെക്കുറിച്ച് അമത്യന്മാരുമായി അദ്ദേഹം രഹസ്യമായി ആലോചിച്ചു. രാജകാര്യ ഉപദേഷ്ടാക്കൾ ഇപ്രകാരം ഉപദേശിച്ചു: ശത്രുക്കളെ വളരാൻ ഒരിക്കലും അനുവദിച്ചുകൂടാ. അവരെ തരം നോക്കി തകർക്കുകയാണ് ബുദ്ധി. ശത്രു എത്ര ദുർബലനായാലും അവഗണിക്കരുത്. ഒരു തീപ്പൊരി മതിയാകും ഒരു വൻ കാട് ചുട്ടു ചാമ്പലാകുവാൻ. പാണ്ഡവന്മാർ ദുര്യോധനാദികൾക്ക് ആപത്താണ്. അവരുടെ കഥ കഴിക്കുകയാണ് ഉത്തമം. എങ്ങനെയും ധൃതരാഷ്ട്രയുടെ മൗന അനുവാദം തേടി പാണ്ഡവന്മാരെയും കുന്തിയെയും നശിപ്പിക്കുവാൻ കച്ചകെട്ടി നടക്കുകയായിരുന്നു ദുര്യോധനൻ. ദുര്യോധനന് ഇക്കാര്യത്തിൽ ശകുനിയും ദുശാസനനും കർണനും സഹായികളായി ഉണ്ടായിരുന്നു. ഒരു ഗൂഢാലോചനയ്ക്ക് ശേഷം ദുര്യോധനൻ ധൃതരാഷ്ട്രരെ ചെന്ന് കണ്ട് ഇപ്രകാരം അറിയിച്ചു: പാണ്ഡവന്മാർക്ക് ജനസ്വാധീനം വർദ്ധിച്ചു വരികയാണ്. യുധിഷ്ഠിരനാവും രാജാവാകുക എന്നാണ് ഇപ്പോൾ എങ്ങും കേൾക്കുന്നത്. പാണ്ഡുവിന് ശേഷം പാണ്ഡുപുത്രന്മാർ എന്ന മട്ടിലായാൽ അങ്ങയുടെ പുത്രന്മാരായ ഞങ്ങളുടെ കഥ എന്താണ്? പാണ്ഡവന്മാരുടെ ഹിതാനുവർത്തികളായി ജീവിക്കുന്നതിലും ഭേദം മരണം തന്നെയാണ്. ഞങ്ങൾക്ക് അങ്ങനെയൊരവസ്ഥ ഉണ്ടാകാതിരിക്കാൻ അവിടുന്ന് വേണ്ടത് ചെയ്യണം. അവരെ കുറച്ചു കാലത്തേക്ക് വാരണാവതത്തിലേക്ക് മാറ്റിപ്പാർപ്പിക്കുന്നത് ബുദ്ധിപൂർവമായിരിക്കും. അക്കാലത്ത് എനിക്ക് ശക്തി വർദ്ധിപ്പിക്കുവാനും ജനപ്രീതി നേടിയെടുക്കുവാനും കഴിയും. ദുര്യോധനന്റെ ബുദ്ധി ധൃതരാഷ്ട്രർക്ക് ഇഷ്ടമായി. എന്നാൽ ഭീഷ്മർ, ദ്രോണർ, വിതുരർ, കൃപർ തുടങ്ങിയവർ ഇക്കാര്യങ്ങളിൽ എന്ത് നിലപാടാണ് എടുക്കുക? പാണ്ഡവദ്രോഹത്തിന് അവരാരും കൂട്ടുനിൽക്കില്ല. എല്ലാം തന്ത്രപൂർവം വേണം സാധിക്കുക. വാരണാവതത്തെക്കുറിച്ച് പറഞ്ഞു കേൾപ്പിച്ച് പാണ്ഡവന്മാരിൽ താൽപ്പര്യമുണ്ടാക്കാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്തു. രാജകിങ്കരന്മാർ ദൗത്യം വേണ്ടവിധം നിർവഹിച്ചു. വാരണാവതം കാണുവാൻ പാണ്ഡവന്മാർ കൗതുകം പ്രകടിപ്പിച്ചു. ഒരു ദിവസം ധൃതരാഷ്ട്രർ യുധിഷ്ഠിരനോട് പറഞ്ഞു: വാരണാവത നഗരത്തിലെ മഹേശ്വരോത്സവം കേമമാണെന്നും ഞാനും കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പൊയ്ക്കൊള്ളൂ. കുറച്ചു കാലം അവിടെ താമസിക്കുക. പിന്നീട് ഇങ്ങോട്ട് മടങ്ങിപ്പോരുക. വേണ്ടത്ര ധനവും കൊണ്ടുപോകൂ. യുധിഷ്ഠിരൻ അത് സമ്മതിച്ചു. ഗുരുക്കന്മാർ, അമാത്യന്മാർ, പൗരമുഖ്യന്മാർ എന്നിവരോടെല്ലാം വിട പറഞ്ഞ് യാത്രയ്ക്കൊരുങ്ങി. ഗുരു പ്രവരന്മാരും വിതുരരും പൗരജനങ്ങളും കുറേ ദൂരം അവരെ അനുയാത്ര ചെയ്തു. ധൃതരാഷ്ട്രരുടെ കുത്സിത ബുദ്ധിയെ പലരും പഴിച്ചു. ബുദ്ധിപൂർവം പാണ്ഡവന്മാരെ അകറ്റുകയാണെന്ന് അവർക്ക് ബോധ്യമായി. ഒടുവിൽ യുധിഷ്ഠിരന്റെ താൽപ്പര്യമനുസരിച്ച് എല്ലാവരും പാണ്ഡവന്മാരെ വലം വെച്ച് അനുഗ്രഹിച്ച് ഹസ്തിനപുരിയിലേക്ക് മടങ്ങി. വിതുരർ ഏകനായി കുറേ ദൂരം കൂടെ അനുഗമിച്ചു. ഏകാന്തതയിൽ യുധിഷ്ഠിരനെ അടുത്ത് വിളിച്ച് അദ്ദേഹം ചില ഉപദേശങ്ങൾ നൽകി. പിന്നീട് അദ്ദേഹവും മടങ്ങി. പാണ്ഡവന്മാരെ കുറച്ച് കാലത്തേക്കെങ്കിലും മാറ്റാൻ കഴിഞ്ഞതിൽ ദുര്യോധനാദികൾ ആഹ്ലാദിച്ചു. ഇഷ്ടമന്ത്രിയായ പുരോചനനെ വരുത്തി ദുര്യോധനൻ ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്തു. പാണ്ഡവന്മാരുടെ പിന്നാലെ വാരണാവതത്തിലേക്ക് എത്തിച്ചേരണം. അവിടെ മനോഹരമായൊരു പുതുഗ്രഹം ചമയ്ക്കണം. ആഗ്നേയ വസ്തുക്കൾ
കൊണ്ടുവേണം ഗ്രഹം ചമയ്ക്കുക. പാണ്ഡവന്മാരെ തന്ത്രത്തിൽ അതിൽ താമസിപ്പിക്കണം. പിന്നീട് വീടിന് തീ വെച്ച് അവരെ ഒന്നോടെ നശിപ്പിക്കണം. സ്വാമിഭക്തനായ പുരോചനൻ ദുര്യോധനന്റെ നിർദ്ദേശം ശിരസാ വഹിച്ചുകൊണ്ട് വാരണാവതത്തേക്ക് തിരിച്ചു. പുതുതായി പണി കഴിപ്പിച്ച അരക്കില്ലത്തിലേക്ക് പുരോചനൻ പാണ്ഡവന്മാരെ തന്ത്രപൂർവ്വം മാറ്റിപ്പാർപ്പിച്ചു. യുധിഷ്ഠിരന് ആ വീടിനെക്കുറിച്ച് സംശയം തോന്നി. അക്കാര്യം ഭീമസേനോട് പറയുകയും വിതുര നൽകിയ രഹസ്യ ഉപദേശത്തെക്കുറിച്ച് അനുസ്മരിക്കുകയും ചെയ്തു. എങ്കിൽ എന്തിനിവിടെ താമസിക്കണം എന്ന് ചോദിച്ചു ഭീമൻ കയർത്തു. ഇവിടെ തന്നെ താമസിക്കുകയാണ് ബുദ്ധിയെന്നും പോയാലും ആപത്തൊഴികയില്ലെന്നും യുധിഷ്ഠിരൻ മറുപടി നൽകി. സംശയം ഭാവിക്കാതെ താമസിച്ചുകൊണ്ട് ആരുമറിയാതെ ഒരു ദിവസം ഒളിച്ചു പോകുവാനും കൗരവന്മാർ അറിയാതെ കാട്ടിലെങ്ങാനും അജ്ഞാതമായി കഴിയുവാനുമായിരുന്നു യുധിഷ്ഠിരരുടെ ഉദ്ദേശം. ഒരു ദിവസം വിതുരരുടെ പ്രത്യേക സന്ദേശവുമായി ഖനകൻ എന്നൊരുവൻ പാണ്ഡവന്മാരെ വന്നു കണ്ടു. ഖനകൻ ദുര്യോധനാദികളുടെ നീചോ ഉദ്ദേശത്തെക്കുറിച്ച് അറിയിച്ചു. അതിൽ നിന്നും രക്ഷപ്പെടുവാനായി അരക്കില്ലത്തിനുള്ളിൽ നിന്നും വനത്തിലേക്ക് ഒരു ഗുഹാമാർഗം നിർമ്മിച്ചു കൊടുക്കുകയും ചെയ്തു. പാണ്ഡവന്മാർ ഒരു വർഷത്തോളം പുരോചന നിർമ്മിതമായ അരക്കില്ലത്തിൽ സംശയം പ്രകടിപ്പിക്കാതെ താമസിച്ചു. അങ്ങനെയിരിക്കെ അവിടെ നിന്ന് രക്ഷപ്പെടുവാൻ അവർ തീരുമാനിച്ചു. ഒരു ദിവസം കുന്തി ഒരു ബ്രാഹ്മണ ഭോജനം നടത്തി. ധാരാളം അതിഥികൾ ഭക്ഷണത്തിനെത്തി. രാത്രിയായതോടെ എല്ലാവരും പിരിഞ്ഞു. 5 കുട്ടികളുമായി ഭിക്ഷയ്ക്ക് വന്ന ഒരു നിഷാദ സ്ത്രീ അവിടെ അങ്ങനെ ഒരിടത്ത് കിടന്നുറങ്ങി. അത് നല്ല ഒരവസരമായി കരുതി അർദ്ധരാത്രിയോടുകൂടി അരക്കില്ലത്തിന് തീ കൊളുത്തിയിട്ട് പാണ്ഡവന്മാർ ഗുഹാമാർഗം രക്ഷപ്പെട്ടു. പാണ്ഡവന്മാരും കുന്തിയും ചതിയിൽ കൊല്ലപ്പെട്ടുവെന്ന് നഗരവാസികൾ കരുതി. അവർ ധൃതരാഷ്ട്രരെയും പുത്രന്മാരെയും കുറ്റപ്പെടുത്തി. കുത്സിത ബുദ്ധിയായ പുരോചനനും തീയിൽപ്പെട്ടു മരിച്ചതിൽ എല്ലാവരും സന്തോഷിച്ചു. പാണ്ഡവന്മാർക്ക് പറ്റിയ ദുരന്തമറിഞ്ഞു ധൃതരാഷ്ട്ര ദുഃഖം പ്രകടിപ്പിക്കുകയും അവരുടെ മരണാനന്തര കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തു. കാട്ടിലെത്തിയ പാണ്ഡവന്മാരെ വിതുരരയച്ച ഒരു സന്ദേശഹരൻ കണ്ടുമുട്ടി. അയാൾ അവരെ ഗംഗാനദി കടത്തിവിട്ടു. ഘോരവനത്തിലൂടെ യാത്ര തുടർന്ന അവർ സന്ധ്യയായപ്പോൾ ഒരാൽച്ചുവട്ടിൽ വിശ്രമിച്ചു. വിശപ്പും ദാഹവും മൂലം എല്ലാവരും നന്നേ തളർന്നിരുന്നു. ഭീമൻ ജലം തേടി പുറപ്പെട്ടു. ജലവും കൊണ്ടുവന്നപ്പോഴേക്കും അമ്മയും സഹോദരന്മാരും ഗാഠനിദ്രയിൽപ്പെട്ടു കഴിഞ്ഞു. ഭീമൻ അവർക്ക് കാവലായി ഉണർന്നിരുന്നു. നമസ്കാരം.